ലോകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അല്ല. ലോകം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രദേശമാണ്. ലോകത്ത് ഇന്ത്യയിലെ CBSE എന്ന് പറയുന്ന ഒരു ബോർഡ് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തുള്ളത്. ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ബോഡികളുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ പോലെ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയെ പോലെ ഉള്ള ലോകത്തുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ ശിരോവസ്ത്രം ഇട്ടുകൊണ്ട്, പൂർണ്ണമായും പർദ്ദയിട്ടുകൊണ്ട്, മുഖമടക്കം മറച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ സൗകര്യമുണ്ട്. ഇന്ത്യ രാജ്യത്ത് മാത്രം എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവണേ? ഇനി ഇന്ത്യയിൽ കോപ്പി എടുക്കണതാണ് പ്രശ്നം. എന്താ, ഇതിൻ്റെ ഉള്ളിൽ വല്ല ഇയർഫോണും തിരികെ വെച്ചിട്ട്? ശരിയാണ്, തീർച്ചയായും അതിനാണ് സ്വകാര്യമായി അത്തരം പരിശോധനകൾക്ക് സൗകര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നാളെ ഈ അടുത്ത് തന്നെ വരാൻ പോകുന്ന അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ത്വക്കിൽ, ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തൊലിയിൽ ഒരു ചിപ്പ് പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചിപ്പ് വഴി നമുക്ക് മെസ്സേജുകൾ കിട്ടിയിട്ട് എഴുതാൻ പറ്റുന്ന സംവിധാനം വരും. അപ്പോൾ അടിവസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഈ ചിപ്പ് പറ്റിച്ചു വെച്ചാൽ മതി എന്നുള്ള അവസ്ഥ വന്നാൽ അടിവസ്ത്രം പിന്നെ പുറത്ത് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു വസ്ത്രമില്ലാതെ പരീക്ഷ എഴുതേണ്ടി വരും എന്ന് CBSE പറഞ്ഞാൽ അതും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്യാതിരുന്നാൽ സമുദായം പിന്നോട്ട് പോകുമെന്ന് വിചാരിക്കല്ല വേണ്ടത്. അവിടെ വസ്ത്രം ഇട്ടിട്ട് തന്നെ ഞങ്ങൾ പരീക്ഷ എഴുതുള്ളൂ എന്ന് പറയാൻ വേണ്ടത്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോരുത്തർക്ക് തോന്നുന്ന ഓരോ പ്രശ്നമാണ്. സത്യത്തിൽ ജഡ്ജി പറഞ്ഞില്ലേ, 3 മണിക്കൂർ ശിരോവസ്ത്രം അയച്ചു വെച്ചാൽ കൊഴിഞ്ഞു പോകുന്നതല്ല വിശ്വാസം എന്നുള്ളത്. അയാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്താണെന്ന് പോലും ആ സാധുവിന് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് ഞാൻ പറയുക, അയാൾക്ക് എന്താണ് വിശ്വാസം എന്നോ എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ തലങ്ങളെന്നോ മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരന്, പറയട്ടെ, ഇന്ത്യൻ പൗരന് തൻ്റെ പൗരബോധം 3 മണിക്കൂർ വേണ്ടെന്ന് വെച്ചാൽ പിന്നീട് അയാൾക്ക് ഇന്ത്യൻ പൗരനാകാൻ കഴിയുമോ? വേറൊന്നും വേണ്ടല്ലോ. ഇന്ത്യൻ പൗരന്, ഇന്ത്യൻ്റെ പൗരൻ, അതാണല്ലോ പിന്നെ ആ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ഭരണഘടനയും നിയമകൂടങ്ങളെല്ലാം ഉള്ളത്. ഇന്ത്യയുടെ പൗരൻ, ഒരു പൗരൻ, ജഡ്ജിയൊന്നും ആവേണ്ട, ഒരു സാധാ പൗരൻ, അയാൾ തൻ്റെ പൗരബോധം 3 മണിക്കൂർ നേരത്തേക്ക് ഒഴിവാക്കി വെച്ചാൽ അതുകൊണ്ട് ലോകത്തൊന്നും സംഭവിക്കാൻ പോണില്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു നിയമകൂടത്തിൻ്റെ ഒരു മനുഷ്യൻ തയ്യാറാകുമോ? ഇന്ത്യൻ പൗരൻ്റെ പൗരബോധമില്ലാതെയായാൽ അയാൾ ഇന്ത്യക്കെതിരാകാം, അയാൾ ഇവിടെ വന്നിട്ട് അയാൾ കലാപകാരിയാകാം, അയാൾ പ്രശ്നക്കാരനാകാം. ഇതെല്ലാം ഉണ്ടാകുന്നത് പൗരബോധം ഇല്ലാതാകുമ്പോഴാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും വിശ്വാസം ഒഴിവാക്കി വെക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ഇതേപോലെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഇത്തരം വിവരമുള്ള ആളുകൾക്കുണ്ടാകണം. പണ്ട് ശരീഅത്ത് പ്രശ്നം ഉണ്ടായ സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ ആ ശരീഅത്തിൽ വിധി പുറപ്പിച്ച ജഡ്ജിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം നടത്തിയൊരു പരാമർശമുണ്ട്. എന്താ വെച്ചാൽ പറഞ്ഞല്ല, വക്കീൽ മൂത്തിട്ടല്ലേ ജഡ്ജി ആവണ് എന്നുള്ള പരാമർശം. ഇതേ സംഭവമാണ് ഇത്തരം ജഡ്ജിമാരെ പറ്റി നമുക്ക് പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ വക്കീലുമാരുടെ ആ ഒരു പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ അത് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ നിയമകൂടത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നത് വളഞ്ഞ ശൃഗാല ബുദ്ധിയിലൂടെ എങ്ങനെയാണ് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടത് എന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വക്കീലുമാർ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഒരു നിയമം മുസ്ലിമായി ജീവിക്കുന്നതിന് വിഘാതമാകുന്ന സന്ദർഭത്തിൽ ആ നിയമത്തെ ഇല്ലാതെയാക്കുവാനാണ് ഇന്ത്യയിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്. എന്നാൽ ആ നിയമം ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ്റെ ഭരണഘടന ഉപയോഗിച്ച് തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഒരിക്കലും അത് നിലനിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ വിധി പുറപ്പെടുവിക്കുകയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു ജഡ്ജി അങ്ങനെ പരാമർശം നടത്തിയാലും ഒരു ജഡ്ജിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യൻ്റെ നിയമകൂടം എന്നുള്ളത്. അപ്പം അതിൻ്റെ മുകളിലേക്ക് പോവുകയും ആ രൂപത്തിൽ തന്നെ ഉള്ള ഒരു അവകാശ പ്രശ്നമായി കൊണ്ടുവരികയും ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും നിലനിൽക്കാൻ കഴിയില്ല അത്തരം നിഷേധങ്ങൾക്കെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ശിരോവസ്ത്രം എന്ന് പറഞ്ഞാൽ അറേബ്യൻ സംസ്കൃതിയിലുണ്ടായതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികമായിട്ട് പഠിപ്പിച്ചെന്നാണ്. അല്ലാതെ അറേബ്യൻ സംസ്കൃതിയിൽ തലയിൽ പൊടി പാറുന്നതുകൊണ്ടുണ്ടായ പ്രശ്നമൊന്നുമല്ല. ആ പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവനും മറച്ചു വെക്കണമെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ നിർവാഹമില്ലാത്ത രൂപത്തിൽ മുസ്ലിം സ്ത്രീക്ക് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ ഏതെങ്കിലും അന്യപുരുഷന്മാരുടെ മുന്നിൽ ഒരൽപ്പം പോലും പ്രദർശിപ്പിക്കാൻ ഒരു നിർവാഹമല്ല. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ജീവിതം.
അവിടെ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ കഴിയണം. അതിനാണ് നമ്മൾ പോരാടേണ്ടത്, അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അടിവസ്ത്രം മുടക്കം ഒഴിവാക്കി വെച്ചുകൊണ്ട് പരീക്ഷ എഴുതേണ്ട ഭാവിയാണ് ഉണ്ടാവുക. അങ്ങോട്ടാണ് ശാസ്ത്രം പോണത്, സാങ്കേതിക വിദ്യ പോണത്. അതുകൊണ്ട് ഇപ്പോൾ ലോകത്ത് ഞാൻ പറഞ്ഞല്ലോ, കാംബ്രിഡ്ജിനെ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ എനിക്കറിയാം, ഓക്സ്ഫോർഡിനെ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ, ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ അവിടെ പരീക്ഷ എഴുതാൻ നമ്മളെക്കാളും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. അവിടെ പരീക്ഷ എഴുതാൻ കുപ്പായം അടിച്ചു വെക്കേണ്ട ഒരു അവസ്ഥ വിശേഷം ആർക്കില്ല. അവിടെ പരീക്ഷ എഴുതാൻ നിക്കാബടക്കം മുഖമടക്കം മറച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അതിന് ഇൻവിജിലേറ്റേഴ്സ് വരുമ്പോൾ പരിശോധിക്കുവാനുള്ള സംവിധാനം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്, ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ലോകത്ത് എവിടെ എയർപോർട്ടിൽ പോയാലും ഇതേ പ്രശ്നമുണ്ട്. ആ എയർപോർട്ടിൽ പോയാൽ അതേപോലെ തന്നെ പരിശോധിക്കുവാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രൂപത്തിൽ പരിശോധിക്കാൻ കഴിയും, ഇല്ലേ? അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇപ്പോൾ ബോംബിൻ്റെ സമയമാണ്, എവിടെയും എങ്ങനെയും വെക്കാം എന്ന് പറഞ്ഞിട്ട് ലോകത്ത് യാത്ര ചെയ്യണമെങ്കിൽ തുണികുപ്പാലിൽ അയച്ചിട്ടിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഏകദേശം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ആ രൂപത്തിലാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏത് നിയമങ്ങൾക്കനുസരിച്ചും മുസ്ലിങ്ങൾ തലകുനിക്കേണ്ടവരല്ല. നിയമങ്ങൾ എന്ത് വന്നാലും ഇസ്ലാമിൻ്റെ നട്ടെല്ലിൽ നിന്നുകൊണ്ട് ആ നിയമത്തോട് പോരാടേണ്ടവരാണ് മുസ്ലിങ്ങൾ. ഒരർത്ഥത്തിലും നിയമം ഇസ്ലാമികമായ നിയമങ്ങൾക്ക് നേരെ എതിര് വരുമ്പോൾ ആ നിയമങ്ങളോട് രാജിയാകാതെ നിയമങ്ങളോട് പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു പോരുക തന്നെയാണ് മുസ്ലിമിന് ചെയ്യാനുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.